ഹലോ ഹായ്, ഐ ആം അനീഷ് പറവൂർ. നമ്മൾ വയനാട്ടിലെ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ആഡിൽ കണ്ടത്. വയനാട്ടിലൊരു ടൂറിസം പ്രൊജക്റ്റാണ്. നമ്മളൊരു 5 ഏക്കറിലാണ് ആദ്യം നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 8 ഏക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 90ഓളം വരുന്ന എക്കോ ഫ്രണ്ട്ലി മഡ് പാക്ക്ഡ് റിസോർട്ടുകൾ റോക്രീറ്റ് കൺസ്ട്രക്ഷനിൽ സിമെന്റ് മണൽ കമ്പികൾ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രോങ് കൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ മഡ് പാക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ഗ്രാസ് പിടിപ്പിച്ചിട്ടുള്ളൊരു നോക്കുമ്പോൾ ഒരു മഡ് ഹൗസ്, ഒരു കേവ് ടൈപ്പിൽ പണിതിരിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്കറിയാം, മഡ് മുകളിൽ പാക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ചിന്തിക്കും അയ്യോ ഇത് ലീക്ക് വരുമോ എന്നുള്ള ചിന്ത വരും. അപ്പൊ അതാണ് ഫെറോക്രീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ലീക്കേജ് ഇല്ലാത്ത ഒരു മെത്തേഡാണ് ഫെറോക്രീറ്റ് മെത്തേഡ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും വാട്ടർ ടാങ്കുകളൊക്കെ ഉണ്ടാക്കുന്ന മെത്തേഡ്. അതായത് ലക്ഷക്കണക്കിന് ലിറ്റർ ജലസംഭരണി വാട്ടർ ടാങ്കുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. അത്രയും വെള്ളം കെട്ടി നിൽക്കുന്ന ആ ഒരു ഇതിൽ ഒരിക്കലും ലീക്കേജ് വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു കൺസ്ട്രക്ഷനിലാണ് ഇത്, സ്ട്രോങ് കൺസ്ട്രക്ഷൻ ആണ്. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ബിൽഡിങ് പണിയുന്നത്. അപ്പൊ ഇത് ഏകദേശം 5 സെന്റ് ലാൻഡിലാണ് ഓരോ കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത്. 90 കോട്ടേജും വരുമ്പോൾ ഓരോ കോട്ടേജും 5 സെന്റ് ലാൻഡാണ്. എല്ലാ പ്രോപ്പർട്ടിയിലേക്കും കടക്കുന്നതിനൊക്കെയുള്ള വഴി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 5 സെന്റ് ലാൻഡിൽ ഒരു 570 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു കോട്ടേജ് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളോട് കൂടിയിട്ടാണ് കോട്ടേജ്. കോട്ടേജിനകത്ത് പൂളുണ്ട്, പൂളിനകത്ത് ഒരു വാട്ടർ ഫോൾസ് ഉണ്ട്. ഇതിന്റെ ബാക്കിയുള്ള സ്ഥലത്ത്, ഈ 5 സെന്റിൽ കോട്ടേജ് പണിതിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ 16 സാൻഡിൽവുഡ് ട്രീസ് ചെയ്യുന്നുണ്ട്. അതായത് ബാക്കിലും സൈഡിലും ഫ്രണ്ടിലായിട്ട് ടോട്ടൽ 16 ചന്ദനത്തിന്റെ തൈകൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചന്ദനത്തിന്റെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചന്ദന മരങ്ങൾക്കിടയിൽ ഈ ഒരു എക്കോ ഫ്രണ്ട്ലി ഹോളിഡേ കോട്ടേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ ഒരു 2 വർഷത്തിനുള്ളിൽ അവരൊരു ചന്ദന കാടുകളായിരിക്കും. ഒരു 2 വർഷം പ്രായമായിട്ടുള്ള, അല്ലെങ്കിൽ 1.5 വർഷം പ്രായമായിട്ടുള്ള സാൻഡിൽവുഡ് പ്ലാന്റേഷൻസ് ഒക്കെ നമുക്ക് അവിടെ ഉണ്ട്. വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. ഏകദേശം 8 അടി 9 അടി ഹൈറ്റിലൊക്കെ വളർന്നു നിൽക്കുന്ന ചന്ദന തൈകൾ, നമുക്ക് ചന്ദന തൈകൾ ഇപ്പം മരം എന്നുള്ള രീതിയിലേക്ക് ഒരു 20 സെന്റിമീറ്റർ ചുറ്റളവിലേക്കൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിലായിരിക്കും നമ്മൾ 2 വർഷം കഴിയുമ്പോൾ ഇവിടെയും നമ്മുടെ ഒരു ചന്ദന കാടായിട്ട് മാറും. അപ്പൊ ചന്ദന മരങ്ങൾക്കിടയിലുള്ള ഒരു കേവ് റിസോർട്ട്, നമ്മുടെ പേര് തന്നെ നമുക്ക് പറക്കാൻ ചന്ദന തോപ്പുകൾ എന്നാണ് ഈ ഒരു കോട്ടേജിന്റെ. അപ്പൊ ഈ ഒരു കോട്ടേജ് നമുക്ക് ഒരാൾക്ക് സ്വന്തമായിട്ട് ഫുൾ പേയ്മെന്റിൽ, അതായത് ഇന്നിപ്പോ 1,50,00,000 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. 1,25,00,000 രൂപക്ക് ഇപ്പോൾ ഓഫർ പ്രൈസിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒത്തിരിയേറെ കോമൺ അമ്യൂണിറ്റീസോട് കൂടിയിട്ടുള്ള ഈ ഒരു കോട്ടേജിന്റെ വില വരുന്നത് 1.5 കോടിക്ക് മേലെയാണ്. പക്ഷെ ഇപ്പോൾ കോട്ടേജിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട്, ഒരു 5-ന് മുകളിൽ കോട്ടേജിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. ഒരു 20-25 കോട്ടേജിന്റെ വർക്ക് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും പ്രൂവൺ ആയിട്ടുള്ള ഐഡിയ, ഇത്രയും കോട്ടേജുകളുടെ വർക്കെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന വയനാട് പുൽപ്പള്ളി വാടാനക്കവലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രൊജക്ട് നമുക്കും അതിനകത്ത് നിന്ന് ഒരു കോട്ടേജ് 5 സെന്റ് ലാൻഡിൽ വരുന്ന 16 ചന്ദനമരങ്ങളോട് കൂടിയിട്ടുള്ള കോട്ടേജ് വാങ്ങിക്കാം. 20,000 രൂപയ്ക്ക് റൂം റെന്റ് കിട്ടുന്ന, ഇന്നിപ്പോ പറയുമ്പോൾ 20,000 രൂപയ്ക്ക് റൂം റെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കോട്ടേജ് എന്ന് വേണമെങ്കിൽ പറയാം. കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ബുക്കിംഗ് എടുത്തിട്ട് ഏകദേശം 1,500 ദിവസത്തിന് മുകളിൽ ബുക്കിംഗ് നമുക്ക് ആയിക്കഴിഞ്ഞു. അതായത് 20,000 രൂപ വെച്ചിട്ടുള്ള ഫുൾ പേയ്മെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിന് നമ്മളൊരു ഓഫർ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു ഓഫറിൽ ഇട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു അഡ്വാൻസ് ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്കൊരു 300ഓളം വരുന്ന മാർക്കറ്റിംഗ് ടീമുകളുണ്ട്. അതായത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതിനെ റെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹം കഷ്ടപ്പെടണമെന്നില്ല. ഇവിടെ നമ്മളുടെ മാർക്കറ്റിംഗ് സ്റ്റാഫുകൾ അതിനുവേണ്ടി നിയമിച്ചിട്ട് അവർക്ക് സാലറി കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്, ഇൻസെന്റീവ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ഇതിന്റെ അക്കോമഡേഷൻ ചെയ്യിക്കുന്നത്. അതാണ് പറഞ്ഞാൽ 1,500-ന് മേലെ ബുക്കിംഗ് ആയി. അതായത് അടുത്ത 2-3 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡേ ബുക്കിംഗ് ആണ്. ആ തരത്തിലേക്കാണ് അത് മാറിയിരിക്കുന്നത്. അപ്പൊ അത്രയും റെന്റ്, അപ്പൊ ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു ഫുൾ ഡേ പോയിരിക്കുന്ന ആളുകൾക്ക് വരുമാനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അവിടെ ഒരു 6 lakh എടുക്കാൻ പിടിച്ച റവന്യൂ കയറുന്ന ഒരു പ്രൊജക്ട് കൂടിയിട്ടാണ്. അപ്പൊ അതിന്റെ ചെലവുകളെല്ലാം കഴിഞ്ഞുകൊണ്ടുള്ള പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 80-20 എന്നുള്ള രീതിയിൽ ചെലവുകൾ കഴിഞ്ഞ് പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു 4,00,000 രൂപയൊക്കെ നമുക്കൊരു ഫുൾ കോട്ടേജുകാർക്കൊക്കെ ഇൻകം പ്രതീക്ഷിക്കാം. എന്നാലും വേണ്ട, ഒരു 3,00,000 രൂപ ആവറേജ് പ്രതീക്ഷിച്ചാലും നല്ലൊരു റവന്യൂ ആണ് ഒരു ഫുൾ കോട്ടേജുകാർക്ക് കിട്ടുക. കാരണം നമ്മളൊരു വീടോ ബിൽഡിങ്ങോ ഒക്കെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റിൽ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 1 കോടി രൂപയൊക്കെ അസറ്റ് വാല്യൂ വരുന്ന ഒരു കോട്ടേജിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെന്റിന് കൊടുത്താൽ കിട്ടുന്നത് ചിലപ്പോൾ ഒരു 30,000 രൂപയ്ക്ക് ഒരു മാസം, അല്ലെങ്കിൽ കൂടി വന്ന 40,000 രൂപയ്ക്ക്. അതിന് മേലേക്കൊന്നും ലാഭം കിട്ടില്ല. പക്ഷെ അത് വിറ്റാൽ കിട്ടും ചിലപ്പോൾ 1 കോടി 1.5 കോടിയൊക്കെ. അപ്പൊ ഈ ഒരു 1 കോടിക്ക് അടുത്ത് വരുന്ന, അല്ലെങ്കിൽ 95 ലക്ഷം രൂപ വരുന്ന വളരെ പ്രീമിയം ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കേവ് മോഡൽ, ഒരു ഗുഹ ടൈപ്പിലുള്ള വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റോട് കൂടിയിട്ടുള്ള ഒരു പ്രീമിയം മഡ് പാക്ക്ഡ് കോട്ടേജിൽ താമസിച്ചാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകളുണ്ട്. പിന്നെ ആയുർവേദിക് സ്പാ, അതോടൊപ്പം തന്നെ ജിംനേഷ്യം, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ, റെസ്റ്റോറന്റ്, ക്യാമ്പ് ഫയർ, അരോമ തെറാപ്പി സ്പാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ കോമൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂള്, ട്രീ ഹൗസ്, റെയിൻ ഡാൻസ് ഹാള്, അതോടൊപ്പം ഓപ്പൺ സ്റ്റേജ്,
പിന്നെ ഹോർസ് റൈഡ്, ഫിഷിങ്, ഇത്ര ഒട്ടനവധി ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ് ഈ ഒരു കോട്ടേജ് നിർമ്മിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഒരു കോട്ടേജ് പണിതുകൊണ്ട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 20,000 രൂപയായിട്ട് ചിലപ്പോൾ 2,000 രൂപ ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം അവിടെ കോമൺ അമ്യൂണിറ്റീസുകൾ നമുക്ക് ചിലപ്പോൾ പണിയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഇത്രയേറെ കോമൺ അമ്യൂണിറ്റീസിലെ സപ്പോർട്ടുകളൊക്കെ വരുമ്പോഴാണ് ടൂറിസത്തിനെ ഹൈലൈറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് സ്റ്റാഫുകളുടെ സപ്പോർട്ടും കൂടി നമുക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല വ്യക്തമായിട്ടുള്ള നല്ലൊരു പ്രൂവൺ ആയിട്ടുള്ള ഐഡിയ ആണ്, നല്ലൊരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കാൻ പറ്റും. 5 പേരോ 10 പേരോ കൂടിയിട്ട് ഷെയർ ഇട്ടുകൊണ്ടും ആധാരം ചെയ്യുമ്പോൾ ആധാരത്തിൽ പാർട്ണറായിട്ട് നമുക്ക് വരാൻ സാധിക്കും. അതല്ല 1,00,000 രൂപയുടെ ഗുണിതങ്ങൾ, 1,00,000 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആധാരത്തിൽ ഫോട്ടോ, തമ്പ് ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മളും അതിന്റെ ഓണർഷിപ്പ് കിട്ടുന്ന രീതിയിൽ ഇതിന്റെ പാർട്ണറായിട്ട് വരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് മന്ത്ലി കിട്ടുന്ന റിട്ടേൺസ് നമുക്ക് ഈ 1,00,000 രൂപക്കാർക്ക് അത് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2,500, 3,000 രൂപയ്ക്ക് ഒരു മാസം, 1,00,000 രൂപയ്ക്ക് എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ 4,000, 5,000 രൂപയിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്കൊക്കെ മാറുന്നുണ്ടാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്നിപ്പോ 20,000 രൂപക്ക് കോമൺ അമ്യൂണിറ്റീസുകൾ സ്റ്റാർട്ട് ചെയ്യാതെ ഈ ഒരു കോട്ടേജ് 1,500 ഡേയ്സ് ബുക്കിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ടീമിനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത് കോമൺ അമ്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 20,000 രൂപ കൊടുക്കണമെന്നില്ല. അത് 25,000, 30,000 രൂപയൊക്കെ മാറും. ഓരോ വർഷം തോറും ഉണ്ടാവുന്ന റേറ്റ് വർധനവൊക്കെ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചുകൊണ്ട് ക്യാപിറ്റൽ സെയിം ആയിരിക്കുകയും ചെയ്യുന്നു, പക്ഷെ കിട്ടുന്ന റിട്ടേൺസിൽ വർധനവ് ഉണ്ടാവുകയും ചെയ്യുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, ജോലി ചെയ്യുന്ന പണം കൊണ്ടൊന്ന് സേവ് ചെയ്തൊക്കെ വെറുതെ കൊണ്ടൊന്ന് ബാങ്കിൽ കൊണ്ടൊന്ന് സൂക്ഷിച്ചു വെക്കുക, വീട്ടിൽ കൊണ്ടൊന്ന് അടക്കി വെക്കുക ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ വ്യക്തമായി നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ക്യാപിറ്റൽ സേഫ് ആയിട്ടുള്ള, അതാണ് പറയുന്നത് റിയൽ എസ്റ്റേറ്റിന്റെ പ്രത്യേകത, ക്യാപിറ്റൽ പ്രിസർവേഷൻ ആണ്. ഭൂമിയുടെ വില കൂടിക്കൊണ്ടിരിക്കും, ഭൂമിയുടെ ആധാരം നമ്മുടെ വെട്ടിക്കകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ അതമാരിക്കകത്ത് ഉണ്ടാവും അല്ലെ. അപ്പോൾ അങ്ങനെ വ്യക്തമായിട്ടുള്ള ലാഭം കിട്ടുന്ന ഒരു പ്രൊജക്ടുകളിൽ കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിലേക്ക് നമുക്ക് റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതിനെപ്പറ്റി ഏറ്റവും നല്ല പ്രൊജക്റ്റ് ആണ് നമുക്ക് വാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള ഹോളിഡേ കോട്ടേജ്. അപ്പോൾ അവിടെ ഒരുപാട് ഫെസിലിറ്റീസുകൾ ഇനിയും ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് നമുക്ക് എടുത്തു പറയണം. ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കുള്ള പച്ചക്കറി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, മീറ്റ്, ഫിഷ് ഇങ്ങനെയുള്ള എല്ലാ സകല സാധനങ്ങളും നമ്മുടെ തന്നെ ഫാമിലി ഓർഗാനിക് ആയിട്ട് കൃഷി ചെയ്യുന്നു. ജൈവ കൃഷി രീതിയിൽ രാസവളങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതിലൂടെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകൾ ഉണ്ടാകുന്നു എന്നുള്ളതും നമ്മൾക്ക് ഒരു ഫാം ടൂറിസം ഇതിനോട് ചേർന്ന് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അടുത്തൊരു ഹൈലൈറ്റ്. അപ്പൊ അതും ഒരു LLP ആയിട്ട് പോകുന്നതാണ്. ഒരു ഫാം ടൂറിസത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രൊജക്ട് കൂടി നമുക്ക് പുതുതായിട്ട് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാം ടൂറിസം വേറെ പ്രൊജക്ട് ആണ്, നമ്മുടെ ഈ ഒരു കോട്ടേജുമായിട്ട് ബന്ധമില്ല, അതൊരു അടുത്ത പ്രൊജക്ട് ആണ്. അപ്പൊ അതിൽ ഇൻവെസ്റ്റ്മെന്റ് അത് വേറെയാണ്, അതൊരു LLP ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് പ്രകാരം ഫാം ടൂറിസത്തിൽ വരുന്ന 60 ഏക്കറിങ് കോട്ടേജ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗിൽ പലതരത്തിലുള്ള പച്ചക്കറി, ഫ്രൂട്ട്സ്, കോഴി, മുട്ട, മറ്റേ പാല്, മത്സ്യം, മാംസം, അങ്ങനെയുള്ള പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കൃഷിയും അതിനകത്ത് വരുന്നു. സാൻഡിൽവുഡ് 2,000-ഓളം സാൻഡിൽവുഡിന്റെ കൃഷി വരുന്നു. അതോടൊപ്പം തന്നെ സാൻഡിൽവുഡ് റിസർച്ച് സെന്റർ, ഇന്ത്യയിലെ 2ാമത്തെ റിസർച്ച് സെന്റർ ഇതിനകത്താണ് വരുന്നത്. നഴ്സറികൾ വരുന്നുണ്ട്, കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നഴ്സറികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനം, എല്ലാ കൃഷിയിൽ നിന്നും ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറി എന്നൊക്കെ പറയുമ്പോൾ വിലയും ഡിമാൻഡും കൂടുതലാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനവും ഈ LLP ചെയ്യുന്ന പാർട്ണേഴ്സിന്, കോട്ടേജിൽ നിന്ന് കിട്ടുന്ന വരുമാനവും എല്ലാം LLP ചെയ്യുന്ന ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. 1,00,000 രൂപ മുതൽ അതിനകത്തും ഇൻവെസ്റ്റ് ചെയ്യാം. 1,00,000 രൂപയ്ക്ക് ഒരു ഷെയർ ആണ് കിട്ടുന്നത്. ഇപ്പോ ചെറിയ രീതിയിലൊരു ഓഫർ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഓഫറിനെ കുറിച്ച് അറിയാനായിട്ട് നമുക്ക് ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ ആരാണോ ഇത് അയച്ചു തന്നത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഭാഗമായിട്ട് കടന്നു വരിക. ഓക്കെ. LLP ചെയ്യുന്ന പാർട്ണേഴ്സിന് കോട്ടേജിൽ നിന്ന് കിട്ടുന്ന വരുമാനവും എല്ലാം LLP ചെയ്യുന്ന ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. 1,00,000 രൂപ മുതൽ അതിനകത്തും ഇൻവെസ്റ്റ് ചെയ്യാം. 1,00,000 രൂപയ്ക്ക് ഒരു ഷെയർ ആണ് കിട്ടുന്നത്. ഇപ്പോ ചെറിയ രീതിയിലൊരു ഓഫർ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഓഫറിനെ കുറിച്ച് അറിയാനായിട്ട് നമുക്ക് ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ ആരാണോ ഇത് അയച്ചു തന്നത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഭാഗമായിട്ട് കടന്നു വരിക. ഓക്കെ. താങ്ക് യു.